ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി, ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി, ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസ് മാതാജി, ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മള് പ്രശ്നോത്തരിയാണ് എടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആൾക്ക് കുറവാണ്. സാരമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പൊ ഞാനത് ഷെയർ ചെയ്യാണ്. നമുക്ക് ഡയറക്റ്റ് പ്രശ്നോത്തരിയിലേക്ക് കിടക്കാം. കാര്യം ഇത്രയും സമയം താമസിച്ചു. ആൾക്കാരൊക്കെ വരുമെന്ന് വിചാരിച്ച് നമ്മൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ആരെയും കണ്ടില്ല. അപ്പൊ അത് ശ്രീമദ് ഭാഗവതം കാണ്ടോ 1 ചാപ്റ്റർ 2 പ്രശ്നോത്തരിയാണ്. 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ചോദിച്ച അതേ ചോദ്യം തന്നെ പലതും റിപ്പീറ്റ് ആയിട്ടുണ്ട്. എല്ലാം വളരെ എളുപ്പമുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 ചോദ്യമുണ്ട്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. എല്ലാം സമാനമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഉത്തരങ്ങൾ വളരെ എളുപ്പം. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. കാര്യം എനിക്ക് സമയമില്ലാത്ത കാരണമാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ ഞാൻ എന്റെ ബൈ ഹാൻഡ് കൊണ്ട് എഴുതിയ സാധാരണ ചെയ്യാറുള്ളൂ. ഇതിപ്പോ ഇങ്ങനെ വെബ്സൈറ്റിന്റെ ഒക്കെ സഹായത്തോടുകൂടി ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. ഇനി നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിൽ ഏത് വിഷയമാണ് പ്രധാനമായി സംസാരിക്കുന്നത്? എ യാഗകർമ്മങ്ങൾ, ബി രാജകീയ ഭരണകൂടം, സി ശുദ്ധഭക്തിയുടെ മഹത്വം, ഡി ജ്യോതിഷ ശാസ്ത്രം. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിൽ ഏത് വിഷയമാണ് പ്രധാനമായി സംസാരിക്കുന്നത്? എ യാഗകർമ്മങ്ങളെക്കുറിച്ച്, ബി രാജകീയ ഭരണകൂടത്തെപ്പറ്റി, സി ശുദ്ധഭക്തിയുടെ മഹത്വത്തെപ്പറ്റി, ഡി ജ്യോതിഷ ശാസ്ത്രം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ജീവിതത്തിന്റെ പരമ ലക്ഷ്യം എന്താണെന്നാണ് ഈ അധ്യായം പറയുന്നത്? എ ധനം സമ്പാദിക്കലാണ്, ബി സ്വർഗപ്രാപ്തിയാണ്, സി ശുദ്ധഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കലാണ്, ഡി തപസ്സുകൾ ചെയ്യലാണ്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ പരമ ലക്ഷ്യം എന്താണെന്നാണ് ഈ അധ്യായം പറയുന്നത്? എ ധനം സമ്പാദിക്കൽ, ബി സ്വർഗപ്രാപ്തി, സി ശുദ്ധഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കൽ, ഡി തപസ്സുകൾ ചെയ്യൽ. ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം, സ വൈ പുംസാം പരോധർമ്മ എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? എ വർണ്ണാശ്രമധർമ്മം, ബി ഭഗവാനോടുള്ള അഹൈതുക ഭക്തി, സി യജ്ഞകർമ്മങ്ങൾ, ഡി ദാനധർമ്മം. സവൈ പുംസാം പരോധർമ്മ എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? എ വർണ്ണാശ്രമധർമ്മം, ബി ഭഗവാനോടുള്ള അഹൈതുക ഭക്തി, സി യജ്ഞകർമ്മങ്ങൾ, ഡി ദാനകർമ്മം. നാലാമത്തെ ചോദ്യം, ശുദ്ധഭക്തിയുടെ പ്രധാന ലക്ഷണം എന്താണ്? എ ഫലാപേക്ഷ, ബി കർമ്മഫല മോഹം, സി അഹൈതവും അപ്രഹിതവുമായിരിക്കുക, ഡി ദൈവഭയം. ശുദ്ധഭക്തിയുടെ പ്രധാന ലക്ഷണം ഏത്? ഒന്ന് ഫലാപേക്ഷ, ബി കർമ്മഫല മോഹം, സി അഹൈതകവും അപ്രഹിതവുമായിരിക്കുക, ഡി ദൈവഭയം. അഞ്ചാമത്തെ ചോദ്യം, ഭക്തിയോഗം മനുഷ്യ ജീവിതത്തിൽ എന്ത് നൽകുന്നു? എ ഇന്ദ്രിയ സുഖം, ബി താൽക്കാലിക സന്തോഷം, സി ആത്മസന്തോഷവും മോക്ഷവും, ഡി ലോക പ്രശസ്തി. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. ഭക്തിയോഗം മനുഷ്യ ജീവിതത്തിൽ എന്ത് നൽകുന്നു? എ ഇന്ദ്രിയ സുഖം, ബി താൽക്കാലിക സന്തോഷം, സി ആത്മസന്തോഷവും മോക്ഷവും, ഡി ലോക പ്രശസ്തി. ആറാമത്തെ ചോദ്യം,
ഭക്തിയിലൂടെ ഏത് ഗുണങ്ങൾ നശിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു? എ സത്വഗുണം, ബി രാജസവും താമസവും, സി സത്വവും രാജസവും, ഡി എല്ലാ ഗുണങ്ങളും. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭക്തിയിലൂടെ ഏത് ഗുണങ്ങൾ നശിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു? എ സത്വഗുണം, ബി രാജസവും താമസവും, സി സത്വവും രാജസവും, ഡി എല്ലാ ഗുണങ്ങളും. ഏഴാമത്തേത്, ശുദ്ധഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വസിക്കുന്നത്? ശുദ്ധഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വസിക്കുന്നത്? എ വളരെ ദൂരത്തായി, ബി ശിക്ഷകനായി, സി സുഹൃത്തായി, ഡി പരമാത്മാവായി സാന്നിധ്യം പുലർത്തി. ശ്രദ്ധിച്ചുത്തരം എഴുതുക. ഒരു ശുദ്ധഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വസിക്കുന്നത്? എ വളരെ ദൂരത്തായി, ബി ശിക്ഷകനായി, സി സുഹൃത്തായി, ഡി പരമാത്മാവായി സാന്നിധ്യം പുലർത്തി. എട്ടാമത്തെ ചോദ്യം, ഭക്തി സേവയുടെ ഫലമായി ഏത് അവസ്ഥ ലഭിക്കുന്നു? എ ഭൗതിക സുഖം, ബി ശാന്തിയും സന്തോഷവും, സി ഐശ്വര്യം, ഡി സ്വർഗലോകവാസം. ചോദ്യം എട്ടാമത്തേത് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭക്തി സേവയുടെ ഫലമായി ഏത് അവസ്ഥ ലഭിക്കുന്നു? എ ഭൗതിക സുഖം, ബി ശാന്തിയും സന്തോഷവും, സി ഐശ്വര്യം, ഡി സ്വർഗലോകവാസം. 9. ഭഗവാൻ കൃഷ്ണനെ ഈ അധ്യായത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? എ പരമേശ്വരൻ, ബി എല്ലാ അവതാരങ്ങളുടെയും മൂലകാരണം, സി യാദവരാജാവ്, ഡി മഹായോദ്ധാവ്. 9ാമത്തെ ചോദ്യം ആവർത്തിക്കുന്നു. ഭഗവാൻ കൃഷ്ണനെ ഈ അധ്യായത്തിൽ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? എ പരമേശ്വരൻ, ബി എല്ലാ അവതാരങ്ങളുടെയും മൂലകാരണം, സി യാദവരാജാവ്, ഡി മഹായോദ്ധാവ്. 10. ഭാഗവത ധർമ്മം ഏതിനാണ് വിരുദ്ധമെന്ന് പറയുന്നത്? എ ഭക്തിയോഗത്തിന്, ബി ഫലകാമ്യ കർമ്മങ്ങൾക്ക്, സി വേദങ്ങൾക്ക്, ഡി സന്യാസത്തിന്. ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കുന്നു. ഭാഗവത ധർമ്മം ഏതിനാണ് വിരുദ്ധമെന്ന് പറയുന്നത്? എ ഭക്തിയോഗത്തിന് വിരുദ്ധമാണ്, ഫലകാമ്യ കർമ്മങ്ങൾക്ക് വിരുദ്ധമാണ്, സി വേദങ്ങൾക്ക് വിരുദ്ധമാണ്, ഡി സന്യാസത്തിന് വിരുദ്ധമാണ്. വളരെ ആലോചിച്ച് ഉത്തരം എഴുതാം. 11. ശ്രവണവും കീർത്തനവും ഏത് യോഗത്തിന്റെ ഭാഗമാണ്? എ കർമ്മയോഗം, ബി ജ്ഞാനയോഗം, സി ഭക്തിയോഗം, ഡി രാജയോഗം. ശ്രവണവും കീർത്തനവും ഏത് യോഗത്തിന്റെ ഭാഗമാണ്? എ കർമ്മയോഗത്തിന്റെ, ബി ജ്ഞാനയോഗത്തിന്റെ, സി ഭക്തിയോഗത്തിന്റെ, ഡി രാജയോഗത്തിന്റെ. 12. ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിന്റെ ഫലം എന്ത്? എ പാപവർധന, ബി മനസ്സിന്റെ അശാന്തി, സി ഹൃദയശുദ്ധി, ഡി ഭൗതിക ബുദ്ധി. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിന്റെ ഫലം എന്താണ്? എ പാപവർധന ഉണ്ടാകുന്നു, ബി മനസ്സിന്റെ അശാന്തി ഉണ്ടാകുന്നു, സി ഹൃദയശുദ്ധി ഉണ്ടാകുന്നു, ഡി ഭൗതിക ബുദ്ധി ഉണ്ടാകുന്നു. 13. സത്വഗുണത്തിന്റെ സ്ഥാപിതനായ ഭക്തൻ എന്ത് അനുഭവിക്കുന്നു? സത്വഗുണത്തിൽ സ്ഥാപിതനായ ഭക്തൻ എന്ത് അനുഭവിക്കുന്നു? എ ദുഃഖം, ബി ഭയം, സി ആനന്ദവും ജ്ഞാനവും, ഡി അലസത. ചോദ്യം ഒന്നുകൂടെ. സത്വഗുണത്തിൽ സ്ഥാപിതനായ ഭക്തൻ എന്ത് അനുഭവിക്കുന്നു? എ ദുഃഖം, ബി ഭയം അനുഭവിക്കുന്നു, സി ആനന്ദവും ജ്ഞാനവും അനുഭവിക്കുന്നു, ഡി അലസത അനുഭവിക്കുന്നു.
14-ാമത്തെ ചോദ്യം. ഈ അധ്യായം പ്രകാരം സത്യധർമ്മം ഏതിനാണ് വഴിതെളിക്കുന്നത്? ഏതിലേക്കാണ് വഴിതെളിക്കുന്നത്? എ സമ്പത്തിലേക്ക്, ബി കർമ്മഫലത്തിലേക്ക്, സി ഭഗവത് ഭക്തിയിലേക്ക്, ഡി ലോകമാന്യത്തിലേക്ക്. ഈ അധ്യായ പ്രകാരം സത്യധർമ്മം ഏതിലേക്കാണ് വഴിതെളിക്കുന്നത്? എ സമ്പത്തിലേക്ക്, ബി കർമ്മഫലത്തിലേക്ക്, സി ഭഗവത് ഭക്തിയിലേക്ക്, ഡി ലോകമാന്യത്തിലേക്ക്. 15. മനുഷ്യന്റെ ദുഃഖങ്ങളുടെ പ്രധാന കാരണം എന്താണ്? എ ദൈവത്തിന്റെ ക്രൂരത, ബി ഭക്തിയുടെ അഭാവം, സി വിദ്യാഭ്യാസക്കുറവ്, ഡി ശരീര രോഗങ്ങൾ. നമുക്ക് എല്ലാവർക്കും ആലോചിക്കേണ്ട ഒരു ഉത്തരമാണ്. മനുഷ്യന്റെ ദുഃഖങ്ങളുടെ പ്രധാന കാരണം എന്താണ്? ദൈവത്തിന്റെ ക്രൂരതയാണോ? നമ്മളൊക്കെ സംശയിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. ബി ഭക്തിയുടെ അഭാവമാണോ, സി വിദ്യാഭ്യാസക്കുറവാണോ, ഡി ശരീര രോഗങ്ങളാണോ? അപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള 10 എണ്ണം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. കുറച്ച് എക്സ്പ്ലനേഷനും ആകാം. 16. ശുദ്ധഭക്തി എന്നത് എന്താണ്? ശുദ്ധഭക്തി എന്നത് എന്താണ്? അതിനാ ഭാവാർത്ഥത്തിൽ ഒറ്റവാക്കിൽ ഉത്തരം പറയുന്നു. അത് തന്നെ എഴുതുകയാണെങ്കിൽ ഒരുപാട് എക്സ്പ്ലനേഷൻ എഴുതിയാൽ മാർക്ക് പോകും. അതിലെ ആ ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യം എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ടാവും. പതിനേഴ്. ഭക്തിസേവ മനുഷ്യഹൃദയത്തെ എങ്ങനെ ശുദ്ധീകരിക്കുന്നു? ഭക്തിസേവ മനുഷ്യനെ എങ്ങനെ ശുദ്ധീകരിക്കുന്നു? പതിനെട്ട്. രാജസ താമസ ഗുണങ്ങൾ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു? 18. രാജസ താമസ ഗുണങ്ങൾ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു? 19. സത്വഗുണത്തിന്റെ പ്രാധാന്യം എന്താണ്? സത്വഗുണത്തിന്റെ പ്രാധാന്യം എന്താണ്? 20. ഭാഗവത അനുസരിച്ച് പരമസത്യം ആരാണ്? 20. ഭാഗവത അനുസരിച്ചിട്ട് പരമസത്യം ആരാണ്? 21. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? 22. കർമ്മകാണ്ഡം മാത്രം പിന്തുടരുന്നതിന്റെ പരിമിതി എന്താണ്? നമ്മൾ കർമ്മകാണ്ഡം മാത്രം പിന്തുടരുകയാണെങ്കിൽ അതിന് ചില പരിമിതികൾ ഉണ്ടാവും. അതെന്തായിരിക്കും?
23 ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? 23 ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? 24 ശ്രവണ കീർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? ശ്രവണ കീർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? ഇരുപത്തിയഞ്ച് അവസാനത്തെ ചോദ്യം. ഈ അധ്യായത്തിന്റെ മുഖ്യ സന്ദേശം എന്താണ്? ഈ അധ്യായത്തിന്റെ മുഖ്യ സന്ദേശം എന്താണ്? ഈ അധ്യായത്തിന്റെ മുഖ്യ സന്ദേശം എന്താണ്? ഹരേ കൃഷ്ണ. എല്ലാവരും കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാം എളുപ്പമല്ലായിരുന്നു മാതാജി? കുഴപ്പമില്ല, എന്നാലും ആരും ഉറങ്ങിയില്ലല്ലോ? ഇല്ല ഇല്ല. കൃഷ്ണകുമാരി മാതാജി ഉറക്കമൊക്കെ വന്നോ? ഉറങ്ങില്ല പ്രഭു, ഉറങ്ങുന്നില്ല. പക്ഷെ ഓക്കെ, കുത്തൽ എഴുതി അതൊന്നും ഒന്നും എഴുതിയില്ല പ്രഭു. എല്ലാം വായിച്ചതമ്മ, ഓർമ്മ വരുന്നില്ല വായിച്ചതൊന്നും. കുഴപ്പമില്ല. ഓപ്ഷൻസ് ഉള്ള കാരണം എളുപ്പമല്ലേ അതൊക്കെ. നമുക്കിന്ന് ഇതിലേക്ക് പോവാം. എനിക്ക് ഉറക്കം വരത്തില്ല, അതാണ് ഞാൻ ചോദിച്ചേട്ടോ. അല്ല മാതാജി ഉറങ്ങിയിട്ടൊന്ന് വിചാരിച്ചില്ല. ഞാൻ ഇല്ല ഇല്ല. വായൊക്കെ ഇങ്ങനെ പൊളിക്കാൻ തുടങ്ങുന്നു. രാവിലെ എനിക്ക് എണീക്കുന്ന തോന്നുന്നു അതുകൊണ്ടാ. ക്ലാസ് കേൾക്കുമ്പോഴാണ് ഉറക്കം വരുന്നത്. ഇതാകുമ്പോ പിന്നെ എഴുതണ്ട, അതുകൊണ്ട് പടപടമൊന്നും എഴുതുള്ളതുകൊണ്ട്. അതെ അല്ലേ? ആഹാ. മാതാജി സത്യസന്ധമായിട്ട് കാര്യം പറയും. ഹരേ കൃഷ്ണ. അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാഗവതത്തില്, കരി കയറിയിരിക്കേണ്ടത്, ഉറക്കം കയറിയിരിക്കേണ്ട ഇന്നിടത്താണ്. അതെ. നിദ്രാദേവിയോട് പറയത്തില്ലേ? ഭഗവത്ഗീത ഭാഗവതം ഭാഗവതത്തെ പഠിപ്പിക്കുന്നത് കയറി. പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഇരുന്നിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ കയറി ഇരുന്നോളാം. നിദ്രാദേവിയോട്. അതെ അതെ, കുംഭകർണനെ വധിച്ചപ്പോ. അതെ അതെ, ശ്രീരാമേന്ദ്രൻ കൊടുത്ത അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വരും. ഒരെണ്ണം അപ്പൊ കൂടെ എഴുതാനുണ്ട്, അത് മറന്നുപോയി പ്രഭു. ചോദ്യം ഒന്നാമത്തെ ഉത്തരം നിങ്ങൾ മാർക്ക് ചെയ്യുക. ശരിയാണെങ്കിൽ 1 മാർക്ക് ഞാൻ കൊടുക്കുക. അങ്ങനെ എഴുതിയിരിക്കുന്നത്, സി. ഞാൻ ചോദ്യം വായിക്കാം. സൂത ഗോസ്വാമി നൈമിശാരണ്യത്തിൽ ഏത് വിഷയമാണ് പ്രധാനമായി സംസാരിക്കുന്നത്? ശുദ്ധഭക്തിയുടെ മഹത്വം. സി ആണ് ഉത്തരം. അതാണ് എഴുതിയത്. ശുദ്ധഭക്തിയുടെ മഹത്വം. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യ ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്താണെന്ന് ആണ് ഈ അധ്യായം പറയുന്നത്? അതും സി ആണ് ഉത്തരം. ശുദ്ധഭക്തിയിലൂടെ ഭഗവാനെ പ്രാപിക്കും. മൂന്നാമത്തെ ചോദ്യം, സവൈ പുംസാം പരോധർമ്മ എന്ന ശ്ലോകം എന്താണ് വ്യക്തമാക്കുന്നത്? അത് ഉത്തരം ബി ആണ്. ഭഗവാനോടുള്ള അഹൈതുക ഭക്തി. ഞാനും ബി എഴുതിയ പ്രഭു, ഒന്ന് മേലോട്ടൊന്ന് ആക്കിക്കേ. ഞാനും ബി എഴുതിയേക്കുന്നത്. ഞാനും ബി എഴുതിയ. നാലാമത്തേത്, ശുദ്ധഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ്? സി ആണ്. അഹൈതവും അപ്രഹിതവുമായിരിക്കും. അത് തന്നെ എഴുതിയത്. അത് തന്നെ. 4, ശുദ്ധഭക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷണം അഹൈതുകവും അപ്രഹിതവുമായിരിക്കുക. 5, ഭക്തിയോഗം മനുഷ്യ ജീവിതത്തിൽ എന്ത് നൽകുന്നു? സി ആണ്. ആത്മസന്തോഷവും മോക്ഷവും. ആത്മസന്തോഷവും മോക്ഷവും. ഇനി അടുത്തത് ആറാമത്തേത്, ശുദ്ധഭക്തിയിലൂടെ ഏത് ഗുണങ്ങൾ നശിക്കുന്നു എന്ന് സൂചിപ്പിക്കുക. ഏത് ഗുണങ്ങളാണ്? ഞാൻ ബി എഴുതിയിരിക്കുന്നത്. ഡി ആണ്. എല്ലാ ഗുണങ്ങളും നശിക്കുന്നു. ഞാൻ ഡി എഴുതിയേക്കുന്നത്. ഡി ആണ്. എല്ലാ ഗുണങ്ങളും. ഈ എല്ലാ ഗുണങ്ങളും കെട്ടുകളാണെന്ന് മാതാജിക്ക് അറിയത്തില്ലേ? കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ. ഈ കെട്ടുകൾ എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള കയറാണ് സത്വഗുണം, അല്ലേ?
7 അതെ. ശുദ്ധഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ എവിടെയാണ് വസിക്കുന്നത്? സുഹൃത്തായിട്ടാണോ? ഡി പരമാത്മാവായി സാന്നിധ്യം പുലർത്തി. ഞാൻ ഡീയാ പ്രഭു എഴുതിയേക്കുന്നത്, ഡീയാ. പോയി. അതെ, ഹരിബോൾ. 8ാമത്തേത് ഭഗവാൻ കൃഷ്ണനെ ഈ അധ്യായത്തിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? എല്ലാ അവതാരങ്ങളുടെയും മൂലകാരണം. ഹരിബോൾ. എല്ലാ അതാ അവതാരങ്ങളുടെയും പ്രഭു ഞാൻ മൂലകാരണം. എഴുതിയേക്കുന്നതാ, ഡീയ. ഉത്തരം ബി ആണ്. ഉത്തരം ബി. അടുത്തത് ഉം. 10 ഭാഗവത ധർമ്മം പണ്ട് ഏതിനാണ് ഏതിനാണ് വിരുദ്ധമെന്ന് പറയുന്നത്? പല കാമ്യകർമ്മങ്ങൾക്ക്. ഫലകാമ്യ കർമ്മങ്ങൾക്ക്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഭാഗവതം ഇതിനെ ഒരിക്കലും ഫലകാമ്യ കർമ്മങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. വളരെ ഇമ്പോർട്ടന്റ് എട്ടാമത്തെ ആയിട്ടുള്ള ചോദ്യം. പറഞ്ഞിട്ടായിരുന്നു പ്രഭു. എട്ടാമത്തെ ആ പറഞ്ഞായിരുന്നു. ആ 8ാമത്തെ ഭക്തി സേവയുടെ ഫലമായി ഏത് അവസ്ഥ ലഭിക്കുന്നു? ബി ശാന്തിയും സന്തോഷവും. പറഞ്ഞില്ലായിരുന്നു. ശാന്തിയും സന്തോഷവും. ഇനി അടുത്തത് ഡി അല്ലേ പ്രഭു? ശാന്തിയും സന്തോഷവും ബി ആണ്. ഇനി അടുത്തത് ഏതായിരുന്നു? ഉം. 10. ഭാഗവതധർമ്മം 10. അത് പറഞ്ഞു. 11 ശ്രവണവും കീർത്തനവും ഏത് യോഗത്തിന്റെ ഭാഗമാണ്? പ്രണവം കീർത്തനം ഏത് യോഗത്തിന്റെ? അത് യോഗം. ഭക്തിയോഗമല്ലേ പ്രഭു? ഭക്തിയോഗം. ബി ആണ് ഭക്തിയോഗം. അതെഴുതി. ഇനി അടുത്ത പ്രഭു അതെന്നെ 12 തെറ്റിപ്പോയത്. ഞാൻ ബിയാ പ്രഭു ഞാൻ എഴുതിയത്. ഭക്തിയോഗം എഴുതിയത്. ജ്ഞാനയോഗം. അല്ലല്ല, ഭക്തിക്കാണ് ഏറ്റവും ശ്രവണവും കീർത്തനവും ഭക്തിക്കാണ്. ജ്ഞാനയോഗം ഒക്കെ വേറെ ലെവലാണ്. ഓക്കെ. 12 ഭഗവാന്റെ കഥകൾ ശ്രവിക്കുന്നതിന്റെ ഫലം എന്താണ്? അത് സി എഴുതിയിരിക്കുന്നത്, എവിടെ കാണുന്നില്ലല്ലോ. ഈ ഹൃദയശുദ്ധി. അതാ സി. 13 സത്വഗുണത്തിൽ സ്ഥാപിതനായ ഭക്തൻ എന്ത് അനുഭവിക്കുന്നു? ആനന്ദവും ജ്ഞാനവുമാണോ പ്രഭു? ആനന്ദവും ജ്ഞാനവും. 13 സി. സി സി സി. അടുത്തത് 14 ഈ അധ്യായം പ്രകാരം സത്യധർമ്മം ഏതിനാണ് വഴി തെളിക്കുന്നത്? ഭഗവത് ഭക്തി. ഭഗവത് ഭക്തിക്ക്. ഭക്തി. എല്ലാം വളരെ സിമ്പിൾ അല്ലായിരുന്നോ? ഭഗവത് ഭക്തി. അതെ അതെ. സിമ്പിളായിരുന്നു പ്രഭു. 15 അത് സിമ്പിളായിരുന്നു പ്രഭു. മറ്റേത് അറിയാൻ വയ്യാത്ത. ഇനി അടുത്തതാണ് വളരെ ഇമ്പോർട്ടന്റ്. മനുഷ്യന്റെ ദുഃഖങ്ങൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? അത് ഭക്തിയുടെ അഭാവം. ഭക്തിയുടെ ബി അഭാവം. ആണ് ഭക്തിയുടെ അഭാവം. ഇപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ 2 എണ്ണം ഓരോരുത്തരും പോയി. നമ്മൾ തന്നെ പ്രഭു എനിക്ക് മനസ്സിലാക്കേണ്ട. ഒരെണ്ണമേ തെറ്റിയുള്ളൂ പ്രഭു. എനിക്ക് ഒന്നേ തെറ്റിയുള്ളൂ. ഹരിബോൾ. എനിക്ക് മാതാജി 15-ൽ അപ്പൊ 2 എണ്ണം തെറ്റി പ്രഭു. 2 11 എണ്ണം തെറ്റി. തെറ്റി. 11ാമത്തേത്. മാതാജിക്ക് അപ്പൊ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം അല്ലേ? മറ്റേ ഒറ്റ വാക്കിൽ അതേ ഉത്തരം. എഴുതാനൊക്കെ പറ്റുള്ളൂ പ്രഭു. ഓർമ്മ വരത്തില്ല എഴുതാന്. കുഴപ്പമില്ല. അടുത്ത ചോദ്യം ഉത്തരം ഇത് കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതുകയാണെങ്കിലും കുഴപ്പമില്ല. ഒരു സെന്റൻസിലൊക്കെ ആയിട്ട്. അപ്പൊ അതൊരു 15 മിനിറ്റ് മുമ്പേ വായിച്ചതാ പ്രഭു. ഞാൻ എന്നിട്ടും അത് മറന്നുപോയി. എഴുതാൻ പറ്റിയില്ല. ഇതല്ലേ? 16 ശുദ്ധഭക്തി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എന്നത് എന്താണ്? ശുദ്ധഭക്തി ആർക്കാ ഉത്തരം പറയാൻ പറ്റുന്നത്? ഫലകാംക്ഷ ഇല്ലാതെ ഭഗവാനെ ഭജിക്കുന്നതാണ്. അതാണ്. പക്ഷെ അതിന്റെ കൂടെ വേറെ നമ്മൾ ഓപ്ഷൻ്റെ അകത്ത് ഇപ്പൊ ഒരു ചോദ്യം വായിച്ച അതിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാ അതാ ഞാൻ പറഞ്ഞ എല്ലാം അവിടെ നിന്ന് ഇവിടെ കണക്റ്റഡ് ആണ്. എന്താണ്? അഖൈതവും അപ്രഹിതവുമായ ഭഗവത് സേവയാണ് ശുദ്ധഭക്തി. ഫലകാംക്ഷ ഇല്ലാതെയുള്ള അഖൈതവും അപ്രഹിതവുമായ ഭഗവത് സേവനത്തെയാണ് ശുദ്ധഭക്തി എന്ന് പറയുന്നത്. അത് ശരി. മാതാജി ഞാൻ പകുതി എഴുതിയാൽ ഫലകാംക്ഷ ഇല്ലാതെ ഭഗവാനെ. വായിച്ചത് ഇപ്പൊ അരമാർക്ക്. ഇരുന്ന് വായിച്ചത്. പകുതി എഴുതിയാൽ 1/2 മാർക്ക്. ഓക്കെ. 17 ഭക്തി സേവ മനുഷ്യ ഹൃദയത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഭക്തിയിലൂടെ മനുഷ്യൻ മനോമാലിന്യം ഇല്ലാതാവുന്നു. മാതാജിക്ക് ശരിയാണ്. പക്ഷെ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഭഗവാന്റെ കഥകൾ ശ്രവിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഹൃദയത്തിലെ അജ്ഞാനവും മാറി അശുദ്ധിയും നീങ്ങുന്നു. മാതാജി അത് വേറെ രീതി പറഞ്ഞതേ ഉള്ളൂ. ഹൃദയത്തിലെ അജ്ഞാനം നീങ്ങി അശുദ്ധിയും നീങ്ങും. പ്രഭു ഞാൻ എഴുതിയ ശ്രവണം കീർത്തനം മുതലായവ. അത് ശ്രവണ കീർത്തനം കൊണ്ട് എന്താണ് മാറുന്നത്? നമ്മുടെ അജ്ഞാനത്തെ അശുദ്ധിയൊക്കെ മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണല്ലോ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾക്ക്. കാരണം അടുത്ത 18
രാജസ താമസ ഗുണങ്ങൾ മനുഷ്യനെ എങ്ങനെ ബാധിക്കുന്നു? രാജസ താമസ ഗുണങ്ങൾ മനുഷ്യനെ എങ്ങനെ ഞാൻ ബാധിക്കുന്നു? എഴുതിയിരിക്കുന്ന പ്രഭു അഹങ്കാരം, ഇന്ദ്രിയ ആസ്വാദനം, അലസത, ഉറക്കം, അതൊക്കെ എഴുതിയത്. ഭഗവാനിൽ നിന്ന് അകറ്റുന്നു. ഭഗവാനിൽ നിന്ന് അതെങ്ങനെയാണ്? അതിന്റെ ബൈ പ്രോഡക്ട്സ് ഒക്കെ എന്തൊക്കെയാണ് മാതാജി വരുന്നത്? കാമം വരും, ക്രോധം വരും, മോഹം വരും, ദുഃഖം വരും. ആ, ഇത് അതെ വർദ്ധിക്കുന്നു. അതാണ് പ്രശ്നം. നമ്മൾ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറയണം അല്ലേ? അതെ. 18 എന്തായാലും ചോദ്യം എങ്ങനെ ബാധിക്കുന്നു? അപ്പം ബാധിക്കുന്നത് എങ്ങനെയാണ്? അതിന്റെ ബൈ പ്രോഡക്ട്സുകളായിട്ടുള്ള കാമം, ക്രോധം, മോഹം എന്നിവ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം ദുഃഖമെല്ലാം വർദ്ധിക്കുന്നു. വർദ്ധിക്കുന്നു. അങ്ങനെയാണ് നമ്മളെ അത് ബാധിക്കുന്നത്. ദുഃഖം വർദ്ധിക്കുന്നു. മനസ്സിലായില്ലേ? അടുത്തത് ആഹ്, എത്രാമത്തെ ചോദ്യമാണ് അടുത്തത്? 19. സത്വഗുണത്തിന്റെ 19. പ്രാധാന്യം എന്താണ്? സത്വഗുണം ഭഗവത് ചിന്തയോടുള്ള ഭക്തിയുത സേവനം. അല്ല, ഭക്തിയിലേക്ക് നയിക്കുന്നു. അതുമല്ല. സത്വഗുണം ജ്ഞാനം, ശാന്തി, ആത്മബോധം എന്നിവയ്ക്ക് വഴി തെളിക്കുന്നു. അതിന്റെ അകത്ത് ഭാവാർത്ഥത്തിൽ പോയിന്റ് ആയിട്ട് പറയുന്നു ഒന്നുകൂടെ ജ്ഞാനം, പറഞ്ഞ പ്രഭു. സത്വഗുണം ജ്ഞാനം, ശാന്തി, ആത്മബോധം എന്നിവയ്ക്ക് വഴി തെളിക്കുന്നു. ശാന്തി, ആത്മബോധം. 20ാമത്തെ ചോദ്യം അറിയാത്തവരെയൊക്കെ ഞാൻ ഗെറ്റ് ഔട്ട് അടിച്ച് ഞാൻ ഇവിടുന്ന് പുറത്താക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ. ഭാഗവതം അനുസരിച്ചിട്ട് പരമസത്യം ആരാണ്? പരമദിവ്യോത്തമ ഭഗവാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്പൊ അവിടെ വെറുതെ ഭഗവാനാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊക്കെ എന്താണ് ഏത്തടിയില്. നമ്മൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭഗവാന്റെ പേരാണ്. മറ്റുള്ള വേദങ്ങളിൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ പേര് പറയണം. പേര് പറയണം ആരാണെന്ന്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. മാതാജി അതൊന്നും ഉത്തരം ശരിയല്ല. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ ഒരു എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഭഗവാൻ ശ്രീകൃഷ്ണൻ എഴുതിയത്. നിങ്ങൾ ശ്രദ്ധിച്ച വേദങ്ങളിലൊക്കെ നമ്മൾ എന്താണ് കാണുന്നത്? ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. ആരോ ഒരാളുണ്ട്, പേര് പറയുന്നില്ല ഇന്നയാളാണെന്ന്, അല്ലേ? അപ്പൊ ഇവിടെ എന്തുകൊണ്ട്? അപ്പൊ വേദവ്യാസർക്ക് എന്തുണ്ടായി? ദുഃഖം ഉണ്ടായി. വ്യാസ വിരഹ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ? വേദവ്യാസൻ അപ്പത്തിന് അദ്ദേഹത്തിന്റെ ആര് വന്നു? ഗുരുവായ നാരദമുനി അവിടെ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ട് ഈ ദുഃഖം വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരുപാട് ജ്ഞാനം അവിടെ കുത്തിക്കേരി നിറച്ചിട്ടുണ്ട്, പക്ഷെ ഭഗവാൻ ആരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ അതുകൊണ്ട് പറയുന്നു വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഈ കൃഷ്ണൻ എന്ന് പേരെടുത്ത് പറയണം. കൃഷ്ണനാണ് പരമസത്യം എന്ന് പറയുന്നത്. സാക്ഷാൽ പരമദിവ്യോത്ത കൃഷ്ണൻ സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്. അതാണ് മാതാജി, പരമദിവ്യോത്ത പുരുഷനാണ് പരമസത്യം. മനസ്സിലായത്? ആരാണ്? അദ്ദേഹത്തിന് പേരില്ലേ? ഉണ്ട്, ശ്രീകൃഷ്ണൻ എഴുതി പ്രഭു. പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ. ഹരിപോൽ. ശരിയാണ്, ഉത്തരം ശരിയാണ്. മാതാജി ഇങ്ങനെ ആദ്യത്തെ ഒരു പാർട്ട് ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ ഞാൻ ഓർത്തു ഭഗവാന്റെ പേര് വന്നിട്ടില്ലല്ലോ. ഇല്ല പ്രഭു, അങ്ങനെ പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണൻ എഴുതിയത്. 100% പെർഫെക്റ്റ് ആൻസർ. ആ പേര് പറഞ്ഞില്ലെങ്കിൽ അത് അപൂർണമാകും. ഭഗവാൻ എന്ന് വെറുതെ പറഞ്ഞാലും അപൂർണമാകും, വെറുതെ പരമദിവ്യോത്ത പുരുഷൻ എന്ന് പറഞ്ഞാലും അപൂർണമാകും. ഓക്കെ, അടുത്ത എത്രാമത്തെ ചോദ്യാണ്? അപ്പൊ നമ്മള് പരമസത്യത്തിന് തന്നെ സത്യം പരം ധീമഹി ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നതാണ്. സത്യം 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 പുനഃസത്യം ഉദ്ധൃത്യ ഭുജമുച്ചതേ വേദാശാസ്ത്രം പരന്നാസ്തി നദൈവം കേശവാത് പരം. കേശവനല്ലാതെ മറ്റൊരു ദൈവമില്ല. ആ കേശവൻ തന്നെയാണ് പരമസത്യവും. മറ്റൊരു സത്യം ഈ ലോകത്തിൽ ഇല്ല. ഈ ലോകത്തില് ഈ ഒരു പ്രപഞ്ചത്തിൽ മറ്റൊരു സത്യം ഇല്ല. സത്യമായത് ഒന്നേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ മിഥ്യയാണ്. മനസ്സിലായല്ലോ? അടുത്തത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? സേവ്യഭാവമാണോ? ഭക്തൻ സേവകനും ഭഗവാൻ അതും ശരിയാണ്. പക്ഷെ ഭക്തനും ഭഗവാനും തമ്മിൽ സ്നേഹപരവും ആത്മീയവുമായിട്ടുള്ള ബന്ധമാണ്. പ്രഭു, ഞാൻ സുഹൃത്ത് ബന്ധം അങ്ങനെ എഴുതിയ സുഹൃത്ത്. സുഹൃത്ത് ഭഗവാൻ എല്ലാവരെയും സുഹൃത്താക്കുവോ?
ഭഗവാൻ ഭഗവാൻ ഭക്തനും ഭഗവാനും നമ്മൾ ഇന്ന് ഭഗവാനും ഒരു സുഹൃത്തുമായിട്ടുള്ള ഇതൊരു ദിവസമാണ് ഇന്ന് ആഘോഷിക്കുന്നത് അല്ലേ? ആരാണത്? അതെ. കുചേലൻ കുചേലനിലെ സുധാമ. 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 ആ. നമ്മൾ കുചേലൻ പറയരുത്. മലയാളികളൊക്കെ അദ്ദേഹത്തെ കുചേലൻ എന്നൊക്കെ വിളിച്ചിട്ട് വളരെ മോശമായിട്ടാണ്. അത് മോശം അത് വസ്ത്രം, ഭഗവാന്റെ ചേലയില്ലാത്തവനാ, ചേലയില്ലാത്തവൻ. അല്ല, മോശം വസ്ത്രം, മുഷിഞ്ഞ വസ്ത്രം ധരിച്ചവൻ എന്നാണ് ആ. പറയുന്നത്. അല്ല പ്രഭു, അതുകൊണ്ട് കുചേല ദിനമെന്ന് പറയത്തില്ലേ? അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയില്ല. ആ, മലയാളം കലണ്ടറിലൊക്കെ കുചേലത്തിനെന്നാണ്. പക്ഷെ നമ്മള് ആ, കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്യുന്നവർ അത് സുധാമയെന്നേ പറയാവുള്ളൂ. കാര്യം സുധാമ. ഓക്കെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ഒരാളെ ആലിംഗനം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്തുമാത്രം അദ്ദേഹം ഇത്ര ഉയർന്ന ആളായതുകൊണ്ടായിരിക്കും ഭഗവാൻ ആലിംഗനമൊക്കെ ചെയ്ത് ഭഗവാൻ കാലൊക്കെ കഴിയിക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് എത്ര വീഡിയോ ഞാൻ കണ്ടു. നമ്മളിങ്ങനെ കോരി ധരിച്ചിട്ട് നമ്മള് 100 തവണ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ വീണ്ടും കാണുമ്പോൾ ഒന്നുകൂടെ നമുക്ക് മാധുര്യം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഭഗവാൻ ഒരാളെ ആലിംഗനം ചെയ്യണം. ഭഗവാൻ ഒരാളെ ആ, അത് ലക്ഷ്മി അതിപ്പോഴത്തെ ദേവി സപ്താഹത്തില് അത് പ്രഭു ഇപ്പോഴത്തെ സപ്താഹത്തിലെല്ലാം അതുണ്ട്. അതുണ്ട്. ലക്ഷ്മി ദേവിയൊക്കെ ഒരാളെ വീശി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരല്ലല്ലോ അല്ലെ? അതെ. ഭഗവാന്റെ ദ്വാരക തന്നെ ഭഗവാൻ അവിടെ കൊടുത്തിരിക്കുകയാണ് ഭക്തന് വേണ്ടിയിട്ട് അല്ലേ? അപ്പൊ അതെ. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വ്യക്തിയല്ല. അപ്പൊ ഇവിടുത്തെ ആൻസറിന് മാതാജി എഴുതിയത് ശരിയാണ്. സേവക ഉം. ഭാവമാണ്. മാർക്കണ്ടല്ലോ. സ്നേഹപരവും ആത്മീയവുമായ ബന്ധമാണ്. നമ്മൾ എന്താണ്? മമേ വാംശ ജീവലോക ജീവഭൂത സനാതന. നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ് അല്ലെ? ആ. അപ്പം അപ്പൊ ഇതിന് മാർക്കുണ്ടോ അതുകൊണ്ട് പ്രഭു? ആത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് ശരിയായിട്ടുള്ള ഉത്തരം ആത്മീയമായിട്ടുള്ള ബന്ധമാണ് ഭഗവാനുമായിട്ട്. ആ. സ്പിരിച്വൽ ആണ് അല്ലെ? മെറ്റീരിയൽ അല്ല, അതെ. സ്പിരിച്വൽ ആയിട്ടുള്ള ബന്ധമാണ്. അപ്പൊ ഇതിന് മാർക്കുണ്ടോ? അരമാർക്ക് കൊടുത്തു. ആ. 22. കർമ്മകാന്ഡം ശരി. മാത്രം പിന്തുടരുന്നതിന്റെ പരിമിതി എന്താണ്? കർമ്മഫലം ഉണ്ടാകുന്നു. കർമ്മകാണ്ഡത്തിലൂടെ ആ, കർമ്മഫലം. ഹാഫ് ശരിയാണ്. കർമ്മകാന്ഡം ഭൗതിക ഫലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. ആ, മോക്ഷം അതൊക്കെ കിട്ടുന്നില്ല. കർമ്മഫലമല്ലേ? അതെ, കർമ്മഫലമാണത്. ഒരിക്കലും മോക്ഷം കിട്ടുന്നില്ല. അതാണ് പോയിന്റ്. അതിന്റെ പരിമിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ഷം കിട്ടുന്നില്ല. അതുകൊണ്ട് ആ. മാതാജിക്ക് പാർഷ്യലി ശരിയാണെന്ന് ഞാൻ പറഞ്ഞത്. കർമ്മഫലങ്ങളിൽ കുടുങ്ങി കിടക്കുന്നതുകൊണ്ട് നമ്മളുടെ എന്താണ് പരമപ്രാപ്തിയായ മോക്ഷം എന്ന് പറഞ്ഞാൽ കിട്ടുന്നില്ല. അതാണ് കിട്ടുന്നില്ല. കർമ്മകാന്ഡത്തിന്റെ ഒരു ദൂഷ്യഫലം. ആ. അടുത്തത് ഉം, ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ഭാഗവതധർമ്മത്തിന്റെ പ്രത്യേകത ഭഗവത് ഭക്തിയുത സേവനം. നിങ്ങൾക്കൊക്കെ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും നിബന്ധന, എന്തെങ്കിലും ബുദ്ധിമുട്ടുകള്? അതായത് PhD എടുക്കാനായിട്ട് ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ആരോടെങ്കിലും? ഇല്ലല്ലോ. ഏതാണ്? നിങ്ങൾ ജസ്റ്റ് മൊബൈലിന് മുന്നിൽ ഇരുന്നല്ലേ? അപ്പൊ അതാണ് അതിന്റെ ഉത്തരവും അല്ലേ? അതെ. എന്താണ്? എല്ലാ മനുഷ്യർക്കും എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്ന ശുദ്ധഭക്തിയിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ? ശുദ്ധഭക്തിയിൽ എളുപ്പത്തിൽ അനുഷ്ഠിക്കാം. പ്രത്യേകിച്ച് ഒരു നിബന്ധനകളും വ്യവസ്ഥകളും ഇല്ല. അപ്പൊ ഉം. എല്ലാ മനുഷ്യർക്കും എളുപ്പത്തിൽ അനുഷ്ഠിക്കാവുന്ന ശുദ്ധഭക്തിയിലാണ് ഇത് ഭാഗവതം രചിച്ചിരിക്കുന്നത് കൊണ്ട് ആണ് അതിന്റെ ആ ഒരു പ്രത്യേകത നമുക്ക് പറയപ്പെടുന്നത് അല്ലെ? അത് പോയി. അതാണ് ഈ ഭാഗവത ധർമ്മത്തിന്റെ പ്രത്യേകത. മറ്റുള്ള ധർമ്മങ്ങള് ആ. ആ. നമ്മൾ ഇത് പരാധർമ്മമാണ് അല്ലെ? അപരാധർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വളഞ്ഞ വഴിയാണ് അല്ലെ? 4 വർണ്ണങ്ങളും 4 ആശ്രമങ്ങളും അതും ഇതും എല്ലാം അതിൽ കൂടെ എല്ലാം പോയി എത്ര ബുദ്ധിമുട്ടാണല്ലേ? അതെ. നമ്മള് ചാതുർവർണ്ണയവും 4 വർണ്ണം 4 ആശ്രമം, പിന്നെ എന്താണ് നമുക്ക് കിട്ടുന്ന എന്താണ്? പുരുഷാർത്ഥങ്ങള്, ധർമാർത്ഥം, അതെ. കാമം, മോക്ഷം. ഈ കാമമോക്ഷം. പ്രോസസ്സ് വഴിയൊക്കെ പോകണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടാണ്. ഭാഗവതധർമ്മം നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ എന്താണ്? അത് വളരെ ഈസിയാണ്. എല്ലാ മനുഷ്യർക്കും എന്താണ് ശുദ്ധഭക്തി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എത്ര എളുപ്പമാണ് അല്ലെ? മറ്റേ രീതിയിൽ പോകണോ? പോകേണ്ട ആവശ്യമില്ല. വേണ്ട. അതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്തത് ശ്രവണ കീർത്തനങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാധാന്യമുണ്ട്? ശ്രവണ കീർത്തനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ശ്രവണകീർത്തനങ്ങള് പ്രാധാന്യം? ശ്രവണവും നമ്മളെ ഹൃദയം കീർത്തനങ്ങളും നമ്മൾ ഹൃദയം നേരിട്ട് ശുദ്ധീകരിക്കുന്നതാണ് പ്രഭു. നേരിട്ട് ഹൃദയത്തിലോട്ട് എത്തുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെല്ലാം നീങ്ങുന്നു. ഹൃദയം ശുദ്ധമാകുന്നു. മാതാജി പറഞ്ഞ പോയിന്റ് വളരെ കറക്റ്റ് ആണ്.
അവ മനസ്സിനെ ഭഗവാനിൽ കേന്ദ്രീകരിക്കുകയും ഹൃദയശുദ്ധി നൽകുകയും ചെയ്യുന്നു. ഹൃദയശുദ്ധി അത് ഇന്നാള് പറഞ്ഞതാ, ഭഗവാനെ ഇന്നാള് മനസ്സിൽ പറഞ്ഞതാ കേട്ടോ. കേന്ദ്രീകരിക്കുക, അതായത് ഹൃദയത്തിന് ശുദ്ധി ഉണ്ടെങ്കിലേ ഉള്ളൂ ഭഗവാനെ മനസ്സിൽ കേന്ദ്രീകരിക്കാൻ സാധിക്കുള്ളൂ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. അത്രയേ ഉള്ളൂ. ഉത്തരം ശരിയാണ് മാതാജി. ഈ അതാ അധ്യായത്തിന്റെ അങ്ങനെ പ്രഭു ഞാനും എഴുതിയേക്കുന്നേ, അങ്ങനെ ഞാനും എഴുതിയേക്കുന്നേ ഹൃദയശുദ്ധി. കാര്യമാണ്. ഈ അവസാനത്തെ ഞാൻ അധ്യായത്തിന്റെ എഴുതിയില്ല പ്രഭു, മുഖ്യ സന്ദേശം എന്താണ്? അത് എഴുതിയില്ല ഞാൻ. എഴുതിയില്ല മാതാജി. ഇല്ല ഇല്ല. ശുദ്ധ ഭക്തിയിലൂടെയാണ് മനുഷ്യൻ പരമശാന്തിയും ആത്മസന്തോഷവും നേടുന്നത് എന്നതാണ് ഇതിന്റെ മുഖ്യ സന്ദേശം. ശുദ്ധഭക്തിയിലൂടെ അല്ലേ? അത് എഴുതിയില്ല. ശുദ്ധ ഭക്തിയിലൂടെയാണ് മനുഷ്യൻ പരമശാന്തി ആത്മസന്തോഷം പരമശാന്തി നേടുന്നതാണ് ഇതിന്റെ മുഖ്യ സന്ദേശം. മിനിറ്റ് മാതാജി. നേടുന്നത്. 1, 2, 2:30, 1, 3:30, 4, 4, 4, 13, 4, 17. 14 2 16 മാർക്കേ ഉള്ളു എനിക്ക്. 16. 1, 2, 2:30, 2:30, 1, 4, മാതാജി 13, ഞാൻ 4. ഒറ്റ മിനിറ്റ് വരുന്നേ. ഒറ്റ ഓ മിനിറ്റ് വരുന്ന ഒറ്റ മിനിറ്റ്.
ഹരേ കൃഷ്ണ. എല്ലാരും ഉത്തരം എഴുതി കഴിഞ്ഞു. 25 എഴുതിയില്ലേ? 25 എഴുതി. 25 ശുദ്ധഭക്തിയിലൂടെയാണ് മനുഷ്യന് പരമശാന്തി ആത്മസന്തോഷവും നേടുന്നത് എന്നതാണ് ഇതിന്റെ മുഖ്യ സന്ദേശം. അതാണ് 25 ഉത്തരം. അപ്പൊ അങ്ങനെയാകുമ്പം നമുക്ക് എല്ലാവരോടും മാർക്ക് ചോദിക്കാം. ജ്ഞാനാംബിക മാതാജി എനിക്ക് 17 ഉള്ളു പ്രഭു, 17. 17. കാരണം ഈ അവസാനത്തെ ആ 10 ആ 4 ഉള്ളു. ശരി, ഹരേ 4 അല്ല, കൃഷ്ണ. 6 അര മാർക്ക് വെച്ച് 2 കിട്ടി. അങ്ങനെ 4 മാർക്ക് കിട്ടി. അങ്ങനെയുള്ള. മറ്റേ 15 2 തെറ്റിപ്പോയി. ഓക്കെ. കൃഷ്ണകുമാരി മാതാജി ആദ്യത്തെ 14, മറ്റേതിന്റെ 2 പ്രഭു 16. 16. ഹരിബോള്. അടുത്ത പത്മ മാതാജി എനിക്കും 16. 16. ഹരിബോൾ. ഉത്തമഭക്തി രോഹിണി മാതാജി ഹരേ കൃഷ്ണ. മാതാജി ഉറങ്ങിയോ അതോ എഴുതിയോ ഒന്നും അറിയില്ല. ഇറങ്ങിപ്പോയി തോന്നുന്നു. ഉറങ്ങിപ്പോയി കാണും. മാതാജി ഈ സമയത്തൊന്നും ഉറങ്ങുന്നതല്ല, അറിയില്ല. ഹരേ കൃഷ്ണ മാതാജി അറിയില്ല. അപ്പം പങ്കെടുത്തവർക്കൊക്കെ തന്നെ ഇത് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ തന്നെ ഭാഗവതമായിട്ട് അത്രയും ഒരു അടുപ്പം ഉണ്ടാകാനും ആ ഭാഗവതത്തിന്റെ ആ പരമമായിട്ടുള്ള ധർമ്മം എന്താണെന്നും ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന പരമസത്യം എന്താണെന്നും ഒക്കെയുള്ള പ്രധാനപ്പെട്ട സന്ദേശങ്ങളൊക്കെ തന്നെ നമ്മൾ കവർ ചെയ്തു ഇതിന്റെ അകത്ത്. അതുകൊണ്ടാണ് ഇത് പ്രശ്നോത്തരി എന്ന് പറയുമ്പോൾ തന്നെ ചിലര് അതിന്റെ അകത്തേക്ക് തയ്യാറാകുന്നില്ല, വരാനും ഒക്കെ തന്നെ ബുദ്ധിമുട്ടായി. പക്ഷെ നമുക്ക് മനസ്സിലല്ലേ, ഇതിപ്പോ തെറ്റിപ്പോയി, തെറ്റി അത്ര ഉള്ളു. തല അത്രേ ഉള്ളൂ. സാരമില്ല. ഈ പരീക്ഷ എന്ന് പറയുന്നത് എനിക്ക് നമ്മള് ഒന്നും അറിയത്തില്ല. പ്രഭുവിനോട് എഴുതുന്നില്ലെന്ന് പറയാന്ന് കണ്ടിട്ട് വന്നതാ. പക്ഷെ എഴുതിയപ്പോ നോക്കിയപ്പോ നമ്മൾ ഫേസ് ഓപ്ഷൻസ് ചെയ്യാൻ ഉള്ളത് പോകുന്ന വലിയൊരു എഴുതാനായിട്ട്. പരീക്ഷ വരുന്നുണ്ട്, ഒരു വലിയൊരു എക്സാം, വലിയ പരീക്ഷ എന്നൊക്കെ നമ്മൾ പറയില്ല, ആനുവൽ എക്സാം എന്ന് അതെ, പറഞ്ഞ പോലെ അതെ, അതെ, അതിനു അതെ, മുൻപേ ഉള്ള ഒരു തയ്യാറെടുപ്പാണ് ഇതെല്ലാം. നമ്മൾ തുടക്കത്തിലേ അതെ, പറഞ്ഞല്ലോ, നമ്മള് അതെ, ഇവിടെ നിന്നുള്ള യാത്ര എത്ര ദുഷ്കരമാകും എന്നുള്ളത് അല്ലെ. നമുക്ക് വേണ്ടിയിട്ട് അതെ, അതെ. ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ശ്രാദ്ധം ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും പോലും നമുക്ക് അറിയില്ലല്ലേ. ഏത് ഓ, സമയത്ത് എങ്ങനെയായിരിക്കും, ബോധമുള്ള അവസ്ഥയിലാണോ ബോധമില്ലാത്ത അവസ്ഥയിലാണോ ജീവൻ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇതുള്ള സ്ഥിതിക്ക് നമുക്ക് ഈ ഭാഗവത ധർമ്മത്തെ മുറുക്കെ പിടിക്കാം. കാര്യം പ്രത്യേകിച്ച് ഒരു പൈസ മുടക്കുമില്ല, അതെ. മറ്റേ വലിയ ജ്ഞാനവാനാകണമെന്നൊന്നുമില്ല. ശുദ്ധഭക്തിയാണ് ഇതിന്റെ എന്തായാലും അകത്ത് പ്രഭു പ്രധാനമായിട്ട്. ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെ കുറിച്ചൊന്നും നമ്മൾ പറയാനും പോകുന്നില്ല. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ കഴിയുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മാത്രം ഒരു ബോണസ് പോയിന്റ് ആണ്. പക്ഷെ എന്താണ്, നമ്മള് പരമസത്യം ആരാണെന്ന് മനസ്സിലാക്കി നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അത് സേവ ഭഗവാനെ ചെയ്താൽ നമ്മളറിയാം. മാത്രമേ ഉള്ളൂ നമുക്ക് അവിടെ അങ്ങോട്ടേക്ക് പോകാൻ മാത്രമേ പറ്റുള്ളൂ. വിളിക്കുന്നുള്ളൂ. വേറെ ഇവിടെ നമ്മുടെ അടുത്ത് ദേവിയെ പോലും ഞാൻ വിളിക്കുന്നില്ല. ഇപ്പൊ ഇത് മാത്രമേ വിളിക്കുന്നുള്ളൂ. ദേവിയുടെ അടുക്കലൊക്കെ നമുക്ക് പോകാം. പക്ഷെ നമ്മൾ അവിടുന്ന് ഹരേകൃഷ്ണ ഓ, മഹാമന്ത്രം ജപിക്കുകയും എന്തോ ദേവിയോട് അങ്ങനെ പറയണം. അറിയത്തില്ല. അങ്ങനെ ദേവിയോട് അങ്ങോട്ട് പറയണം, നമ്മള് വിചാരിച്ചില്ല. പ്രത്യേകം പറയേണ്ടതാണ്, എന്റെ ശുദ്ധ ഭക്തിയുത സേവനത്തിലുണ്ടാകുന്ന മാർഗതടസ്സങ്ങൾ മാറ്റി അമ്മേ മഹാമായ ദേവി നീ എന്നെ ഭഗവാന്റെ സന്നിധിയിൽ എത്തിക്കാനുള്ള അതെ, സാഹചര്യങ്ങൾ വെറുപ്പ് കൊണ്ടല്ല, അങ്ങോട്ട് പറ്റുന്നില്ല. എല്ലാം ഭഗവാനെ ദേവിയുടെ മുമ്പ് ചെന്നാൽ കൃഷ്ണനെന്ന് അറിയാതെ വിളിച്ചു പോണത്. കൃഷ്ണൻ തന്നെ വിളിച്ചോളൂ, അതിനെന്താണ്. ഭഗവാന്റെ തന്നെ ശക്തിയല്ലേ ദേവി, ഭഗവാന്റെ തന്നെ ബഹിരംഗ ശക്തിയാണ് ദേവി. അതെ, അതെ. എന്നിട്ട് പറയണം ദേവിയോട്, എന്റെ മാർഗതടസ്സങ്ങളൊക്കെ അമ്മേ നീ മാറ്റിത്തരണം. അതുപോലെ തന്നെ എനിക്ക് ഭഗവാനെ ശരിക്ക് ഭക്തിയുത സേവനം ചെയ്യാനായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിത്തരണം ദേവി എന്ന് പറഞ്ഞ് ദേവിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദേവി കരുണ കാണിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഭാഗവത ധർമ്മം ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് അത് പ്രാവർത്തികമാകാനായിട്ട് സാധിക്കട്ടെ. പരമദിവ്യോത്തമ കൃഷ്ണനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപ എപ്പോഴും ഉണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഭാഗവതം കേൾക്കാനായിട്ട് എന്താണ് പറയുന്നത്, അവസരങ്ങൾ കൂടുതൽ കൂടുതൽ പേർക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആഗ്രഹിക്കാം. ബാക്കിയൊക്കെ ചെയ്യേണ്ട ഭഗവാനും അവരും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ആർക്കൊക്കെ കയറാൻ പറ്റാത്തോ അവരൊക്കെ മായ പിടിച്ചു എന്നാണ് കരുതുന്നത്. നമ്മളെ മായ പിടിക്കാതിരിക്കാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. അപ്പം അങ്ങനെ എന്താണ്, നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സൃഷ്ടി, അത് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ തുടങ്ങും.
അപ്പൊ അതുകൊണ്ട് നമുക്ക് 3 പ്രാവശ്യം ഭഗവാനെ വിളിച്ച് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. നമുക്ക് ഒരിക്കലും മായ പിടിക്കാതിരിക്കട്ടെ. സത്സംഗത്തിനും ക്ലാസ്സിനും ഒക്കെ കയറാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. കയറാൻ പറ്റാത്ത ആൾക്കാർക്ക് ഏതെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അത് മനഃപൂർവ്വമായിട്ട് ആയിരിക്കത്തില്ല. അവർക്കൊക്കെ തന്നെ കയറാനും ഭഗവാന്റെ കാര്യങ്ങൾ സമയത്തിന് മാറ്റം കേൾക്കാനും. വരുത്താനൊക്കെ പ്രഭു, ഏഹ് സമയത്തിന് മാറ്റം വരുത്താനൊക്കെ സമയത്തിന്. പിന്നെ മാതാജി, ഞാൻ വന്നു കഴിഞ്ഞിട്ട് നേരെ കുളിച്ചിട്ട് ഇങ്ങനെ വെള്ളം കോരി ആ ഒഴിച്ചിട്ട് അല്ല ഓടിയാണ് ഓഫീസ്. ഇന്നത്തെ കാര്യമല്ലേ പറഞ്ഞു, ഏതെങ്കിലും തരത്തിൽ സമയ വ്യത്യാസം വേറെ ഏത് ഉണ്ടാവുമോ എന്ന് ദിവസമാണ്? ചോദിച്ചു. അതല്ല, വെള്ളിയാഴ്ച ഈ പറ്റൂല. 9:30 എന്നുള്ളത് വേറെ ഏതെങ്കിലും ഇച്ചിരി കൂടെ താഴോട്ട്. താഴോട്ടാക്കി കഴിഞ്ഞ് അത് എനിക്ക് പ്രഭു ഓഫീസിൽ നിന്ന് എടുക്കാൻ പോകണ്ട പറ്റുമോ ചേച്ചി, മാതാജി? പ്രഭു ഓഫീസിൽ ഓഫീസിൽ പോകണ്ട, ഓഫീസിൽ വരണ്ടായോ? പോകുന്നുണ്ട്. അതാണല്ലോ ഓഫീസൊന്നും കുഴപ്പം. കളയണ്ട. ഞാന് ആ, പുറകോട്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ വളരെ ടൈറ്റാ എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ, വന്നു കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞ് കുളി കഴിഞ്ഞ് നേരിട്ട് കയറി വന്ന് ലാപ്ടോപ്പ് ഓണാക്കി അങ്ങ് ഇരിക്കുക. അത്രയ്ക്കുള്ളൊരു ഗ്യാപ്പേ കിട്ടുന്നുള്ളൂ. ആ ഒരു ഒരു ആയിക്കോട്ടെ, വെള്ളം കുടിക്കാനോ കുഴപ്പമില്ല. ഭക്ഷണം കഴിക്കാനോ പോലും പറ്റത്തില്ല. അത്രയ്ക്ക് ടൈറ്റിലാവാന്നിരിക്കുന്നത്. ആ, അപ്പൊ അതുകൊണ്ട് ആ ശരിയാ, സമയം കുഴപ്പമില്ല, കുഴപ്പമില്ല. ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നല്ലാതെ സമയത്തില് വർക്കിംഗ് ഡേയ്സിൽ മാറ്റാൻ പറ്റില്ല. ഉം. വെള്ളിയാഴ്ച നമുക്ക് പറ്റത്തില്ല. വെള്ളിയാഴ്ച ഓൾറെഡി തന്നെ എനിക്ക് ഡേ ഫുള്ള് ക്ലാസ് ആണ്. പിന്നെ ഉം. അതിന്റെ കൂടെ ഈ ഇത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. വെള്ളിയാഴ്ച 2 ക്ലാസ്സിലേക്ക് അതെ. ഇരിക്കണം. അതെ. വെള്ളിയാഴ്ച അതിന് മതി, ആണല്ലോ ഇങ്ങനെ നമുക്ക്. പോട്ടെ, ഇങ്ങനെ പോട്ടെ. എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പം നമുക്ക് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ശരി. അപ്പൊ ചേച്ചിക്ക് ഉറക്കം പഞ്ചാക്ഷരം പറ്റും. പ്രതിരൂപിച്ച കൃപാസന്ധി പേവച്ച പതന പാവനേഭ്യോ വൈഷ്ണവിഭ്യോ നമോ നമഃ അനന്തകോടി വൈഷ്ണവ ഹരിബോൾ. ഹരേ കൃഷ്ണ. കൃഷ്ണ